നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിമാനത്താവളം പാടെ മാറുന്നു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ മാസമാണ് അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുത്തത്. അങ്ങനെ തലസ്ഥാന നഗരിയിലെ തലയെടുപ്പായ വിമാനത്താവളം ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പ് ജനപ്രിയ പരിഷ്കാരങ്ങളും ചെലവ് കുറഞ്ഞ സർവീസുകളുമായി മുന്നോട്ടെത്തിയിരിക്കുകയാണ്. വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കാനുള്ള എൻട്രി ടിക്കറ്റ് എടുത്തുകളഞ്ഞും 85 രൂപയായിരുന്ന പാർക്കിംഗ് ഫീസ് 30 രൂപയാക്കി കുറച്ചുമാണ് അദാനി ഇപ്പോൾ കയ്യടി നേടുന്നത്. കുറഞ്ഞ ചെലവിൽ ഗൾഫിലേക്ക് പറക്കാൻ എയർ അറേബ്യ സർവീസ് ആരംഭിച്ചത് പ്രവാസികൾക്കും ആശ്വാസമായി മാറിയിരിക്കുന്നു. ഗൾഫിലേക്ക് കൂടുതൽ സർവീസുകളും മറ്റിടങ്ങളിലേക്ക് കൂടുതൽ കണക്ഷൻ സർവീസുകളും തുടങ്ങാനും നീക്കം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 16-നാണ് അബുദാബിയിലേക്കുള്ള എയർ അറേബ്യ സർവീസ് ആരംഭിച്ചത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്കും തിരിച്ചും സർവീസുകൾ ഉണ്ടാകുന്നതായിരിക്കും. തിരുവനന്തപുരത്തേക്ക് 880 ദിർഹം, അതായത് 17,786 രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക് ഈടാക്കി വരുന്നത്. UAE-യിലേക്കുള്ള വിമാനയാത്രാ നിരക്ക് കുതിക്കുന്നതിനിടെ ഈ നിരക്കിൽ തിരുവനന്തപുരത്ത് നിന്ന് പറക്കാനാവുക പ്രവാസികൾക്ക് ആശ്വാസമായി മാറിയിരിക്കുന്നു. ഇതൊന്നും കൊണ്ടും അവസാനിക്കുന്നില്ല. 2018 മുതൽ അടഞ്ഞുകിടക്കുന്ന ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ജനുവരിയിൽ പ്രവർത്തിപ്പിക്കാനാണ് അദാനിയുടെ പുതിയ നീക്കം. ദുബായ് ആസ്ഥാനമായുള്ള ഫ്ലേമിംഗോയുമായി ചേർന്നാണ് ഡ്യൂട്ടി ഫ്രീ തുറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ലോക നിലവാരത്തിൽ ഷോപ്പ് പുതുക്കി പണിയുകയാണ് ഇപ്പോൾ. നിലവിലെ ഷോപ്പിന് പുറമെ വിശാലമായ പുതിയ ഷോപ്പുകളും ഇതോടൊപ്പം തുറക്കാൻ ആലോചിക്കുന്നുണ്ട്. തിരുവനന്തപുരം വഴിയുള്ള രാജ്യാന്തര യാത്രക്കാരുടെ ഏറെക്കാലമായുള്ള ആവശ്യം കൂടിയാകുന്നു ഇത്. വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ 6 കോടി രൂപയുടെ മദ്യക്കടത്ത് നടത്തിയതിന് CBI കേസെടുത്തതിനെ തുടർന്നാണ് പ്ലസ് മാക്സ് നടത്തിയിരുന്ന ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അടച്ചുപൂട്ടിയത്. കൂടാതെ നേരത്തെ വാഹനങ്ങൾ വിമാനത്താവളത്തിലേക്ക് കയറ്റാൻ എൻട്രി ടിക്കറ്റ് എടുക്കണമായിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞാൽ 85 രൂപ തിരിച്ചിറങ്ങുമ്പോൾ അടയ്ക്കേണ്ടതുമാണ്. ഇപ്പോൾ എൻട്രി ടിക്കറ്റ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയയിൽ കയറിയാൽ മാത്രം ഫീസ് നൽകിയാൽ മതിയാകും. 30 രൂപയാണ് മിനിമം തുക എന്നത്. അതിനുശേഷം മണിക്കൂർ കണക്കാക്കി പണം ഈടാക്കുകയും ചെയ്യുന്നതായിരിക്കും. കരിപ്പൂരിൽ സൗജന്യമായി പാർക്ക് ചെയ്യാൻ 3 മിനിറ്റ് സമയമാണ് എയർപോർട്ട് അതോറിറ്റി അനുവദിച്ചിരിക്കുന്നത്. ടെർമിനലിന് മുന്നിൽ നിർത്തിയ വാഹനങ്ങൾക്ക് 3 മിനിറ്റിനകം മാറ്റിയില്ലെങ്കിൽ 500 രൂപ പിഴയും ഈടാക്കുന്നതാണ്. അതേസമയം 50 വർഷത്തേക്കാണ് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനിക്ക് ലഭിച്ചിരിക്കുന്നത്. എയർപോർട്ട് അതോറിറ്റിയും അദാനിയും തമ്മിൽ കഴിഞ്ഞ ജനുവരിയിലാണ് ഇത് സംബന്ധിച്ച കരാർ ഒപ്പിട്ടത്. 6 മാസത്തിനകം ഏറ്റെടുക്കാനായിരുന്നു നിർദ്ദേശമെങ്കിലും വ്യോമയാന നിയന്ത്രണങ്ങളെ തുടർന്ന് സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. 3 വർഷത്തേക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാവും അദാനി വിമാനത്താവളം നടത്തുക. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ പങ്കെടുത്ത ടെൻഡറിലാണ് അദാനി വിമാനത്താവളം പിടിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.